ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഒരു ജനറൽ റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം കാണുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ. നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ റീഡിങ്ങിൽ അങ്ങനത്തെ പല കാര്യങ്ങളും വരും. ഇത് ജനറലായിട്ടുള്ളൊരു റീഡിംഗ് ആണ്, പല ആൾക്കാരും കാണുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് എനർജീസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒറാക്കിൾ കാർഡ് കിട്ടിയിരിക്കുന്നത് ക്യാമറയാണ്. അപ്പോൾ ക്യാമറ എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല മെമ്മറീസ് ഉണ്ടാക്കുക. എപ്പോഴായിരുന്നാലും നിങ്ങൾ നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നീട് ഒരിക്കൽ നമ്മൾ ഇപ്പോൾ ഉള്ള കാര്യം ചിന്തിക്കുമ്പോഴത്തേക്കും അതൊരു നല്ല ഓർമ്മയായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനത്തെ മെമ്മറീസ് ഉണ്ടാക്കുക. മാത്രമല്ല, മുന്ന് നടന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ പഠിക്കുക എന്നാണ് പറയുന്നത് ക്യാമറ. ഓക്കെ. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ബട്ടർഫ്ലൈൻ്റെ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിന് നെക്സ്റ്റ് ഫേസിലോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. പുതിയൊരു ഫേസിലോട്ട് അത് പോകുന്നു എന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഉണ്ടാകുന്നു റിലേഷൻഷിപ്പിന്. ഓക്കെ. മൂന്നാമത് വന്നിരിക്കുന്നത് സെഡക്ഷനാണ്. സെഡക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു അട്രാക്ഷൻ, ഫ്ലേർട്ടിങ്, ഡേറ്റിംഗ്, ഇതിലൂടെയെല്ലാം കടന്നു പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ. ടെംപ്റ്റേഷൻ, ഇതൊക്കെ. അപ്പോൾ നമുക്ക് നേരെ ടാരോട്ട് കാർഡിലോട്ട് പോകാം. ടാരോട്ട് കാർഡിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് സെറ്റാവും, നല്ലതായിട്ട് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അത് നിങ്ങൾ വിചാരിച്ചതുപോലെ സെറ്റായില്ല. അതൊരു അൺഫുൾഫില്ലിങ് എഫേർട്ടായിരുന്നു, ഒരു റിലേഷൻഷിപ്പായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ, ഒരു ജോബായിരിക്കാം, ഒരു കരിയർ പാത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ആയില്ല, അത് ഫുൾഫില്ലായില്ല. ഞാനിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫുൾഫില്ലായില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അത് ഫുൾഫില്ലായില്ല, നിങ്ങളതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വെർഗോ, പൈസസ്, ഇതാണ് വരുന്ന സോഡിയാക് സൈൻ. വാട്ടർ സൈനാണ്, ഇമോഷണൽ. ഓക്കെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് വെച്ചാൽ നിങ്ങളെ ഈ ഒരു അതൊരു കാർമിക് റിലേഷൻഷിപ്പ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞ് നടന്നത് നിങ്ങളുടെ ഒരു സോൾമേറ്റിൻ്റെ അടുത്തോട്ടാണ് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഓക്കെ. ഒരു സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളെ പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങളെ സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ കാർമിക് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ സോൾമേറ്റിൻ്റെ അടുത്തോട്ടാണ് നടന്നു പോകുന്നത്. പക്ഷേ ഈ നടന്നു പോകുന്ന നിങ്ങളുടെ മനസ്സെന്ന് വെച്ചാൽ നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചീറ്റിങ്ങിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ. ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയുന്നെങ്കിലും ഒരു 3 കത്തി, ഒരു കത്തിയല്ല വാള് ഇങ്ങനെ നെഞ്ചിൽ കുത്തിയാൽ എങ്ങനെ ഇരിക്കും, അത്രയും വേദന നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വന്നിരിക്കുന്നത് ലിബ്രയാണ്. ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സോറോയിലാണ്, വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ കിങ് ഓഫ് വാൺസ് എന്ന് വെച്ചാൽ ഇതൊരു സോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡാണ്. ഈ കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര അപ്സെറ്റാണ്, നിങ്ങൾ ഇമോഷണലി ഭയങ്കര വിഷമത്തിലാണ്, എങ്കിലും നിങ്ങളുടെ സോള് ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. സോള് ചില കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ സോള് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടെത്തുന്ന സോൾമേറ്റും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ സോള് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും.
അപ്പോൾ ആ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ കാര്യം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നും വേറൊരാളിങ്ങനെ പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, ഇതല്ല ആൾ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ശരിയാകില്ല. അത് നമ്മളൊരു സോളാണ്. അപ്പം ഇവിടെയും ഇതേപോലെ തന്നെ സോളിങ്ങനെ ചില ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സോൾമേറ്റുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സെഡക്ഷൻ, ഒരു അട്രാക്ഷൻ, ഫ്ലേർട്ടിങ്ങിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും കുറേ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ റീയൂണിയൻസ് ഉണ്ട്, സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാനുള്ള ഒരു ചാൻസും ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, നിങ്ങളുടെ സോളിന് അതത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇനി അടുത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജി നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസൊക്കെ കാണും. പക്ഷേ നിങ്ങളെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ എങ്ങോട്ടാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, നിങ്ങളുടെ റിസോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. മാത്രമല്ല, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവരെയും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. ബൈ.